വോളിബോൾ മത്സരം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും വലിയ ആവേശമാണല്ലേ. അതുമായി ബന്ധപ്പെട്ട ഒരു അതിഥി തന്നെയാണ് ഇന്ന് മോർണിംഗ് ഷോയിലുള്ളത്. കാരണം ഇനിയുള്ള കുറച്ച് നാളുകൾ നമുക്ക് ഇന്ത്യൻ പ്രൊഫഷണൽ വോളി ലീഗിന്റെ കാലമാണ്. കേരളത്തിൽ നിന്ന് 2 ടീമുകൾ പ്രോ വോളിയിൽ മാറ്റിരയ്ക്കുന്നുണ്ട്. അതിൽ ഒരു ടീമായ കാലിക്കറ്റ് ഹീറോസിലെ ലിബറോ CK രതീഷാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ CK രതീഷാണ് അതിഥി. ഇന്ത്യയിലൊരു വലിയൊരു വോളിബോൾ കളിയിൽ ഒരു വലിയൊരു വിപ്ലവം നടക്കാൻ പോവുകയാണ്. ഒരു ISL മാതൃകയിൽ വോളിബോളിലും ഇന്ത്യൻ പ്രോ വോളി വരികയാണ്. അപ്പോൾ അതിൽ കാലിക്കറ്റ് ഹീറോസിന് വേണ്ടിയാണ് ഇപ്പം രതീഷ് കളിക്കുന്നത്. രതീഷാണ് നമ്മുടെ അതിഥി. രതീഷ്, സ്വാഗതം. വിലയേറിയ താരമാണ്. എങ്ങനെയാണ് ഇത്രയും വിലയേറിയ താരമായി നമ്മുടെ ഇന്ത്യൻ പ്രോ വോളിയിൽ എത്തുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് വെച്ച് നടന്ന സീനിയർ നാഷണൽസ് ആണ് എന്നെ ഈ പ്രോ വോളിയിൽ ഇത്രയും വിലയേറിയ താരമാക്കിയത്. എത്രയാണ് തുക? 9.8 ലക്ഷം രൂപ. ഏറ്റവും വിലക്ക് എടുത്തു. ലിബറോസിൽ ഏറ്റവും വില കൂടിയ പ്ലെയർ ഞാൻ തന്നെ. എങ്ങനെയായിരുന്നു നമ്മുടെ അതിലേക്കുള്ള ലേലമൊക്കെ നടക്കുകയായിരുന്നു? പ്രതീക്ഷ ഉണ്ടായിരുന്നു ഏത് ടീമിലേക്ക് വരും, എങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ടീമിൽ 6 ടീമിൽ ഏതെങ്കിലും ഒരു ടീമിൽ ഞാൻ വരും. മാക്സിമം പോയാൽ ഒരു 2 ലക്ഷം രൂപ, ഒരു 3 ലക്ഷം, അതിൽ കൂടുതൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. സ്വന്തം വില തിരിച്ചറിഞ്ഞിരുന്നില്ല? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ ഇതിലെത്തിപ്പെട്ടപ്പം ഇപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു മത്സരമൊക്കെ വരുന്നത്? ശരിക്ക് ഈ പ്രോ വോളി ശരിക്കും എൻ്റെ ജീവിതം മാറ്റി മറച്ചു എന്ന് തന്നെ പറയാം. കാരണം ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണിത്. ഫസ്റ്റ് 117 പേരുടെ പേര് വന്ന പ്രോ വോളി ലിസ്റ്റ് വന്നപ്പോൾ അതിൽ ഞാൻ ഇല്ലായിരുന്നു. വീണ്ടും നമ്മളെ സ്റ്റേറ്റ് സെക്രട്ടറി, സ്റ്റേറ്റ് അസോസിയേഷൻ ഇടപെട്ട് എൻ്റെ പേര് അതിൽ ഉൾപ്പെടുത്തി. അങ്ങനെയാണ് ഞാൻ വന്നത്. അപ്പം ഫസ്റ്റ് നമ്മുടെ ഇന്ത്യൻ ലിബറായ പ്രഭാകരൻ പോപ്പിന്ന്, ഷോർട്ട് നെയിം റെയിൽവേയിലാണ്, 5.5 ലക്ഷം രൂപയ്ക്ക് ചെന്നൈ വിളിച്ചെടുത്തു. സെക്കൻഡ് സർവീസസിൻ്റെ പ്ലെയർ 7.7 അവനെ വിളിച്ചെടുത്തു. മൂന്നാമത് വിളിച്ച എന്നെയാണ്. അപ്പോൾ എന്നെ വിളിച്ചത് കാരണം ഫസ്റ്റ് കാലിക്കറ്റ് ഹീറോസാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്. ഈ പോപ്പിയെല്ലാം വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 3 ലക്ഷത്തിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്നെ 1 ലക്ഷം രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 1 ലക്ഷം രൂപ ഞാൻ വയനാട് കളിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ലേലം ലൈവായിട്ട് കാണുകയാണ്. അപ്പോൾ 1,10,000 എന്ന് പറഞ്ഞപ്പം എനിക്ക് ശരിക്കും ആശ്വാസമായി. കാരണം എന്താ വെച്ചാൽ ഒരു ടീമിൽ മെമ്പറായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആശ്വാസമായി. പക്ഷേ വിളി ഒരു 2 ലക്ഷം 3 ലക്ഷമൊക്കെ ആയപ്പം എൻ്റെ കൺട്രോൾ തന്നെ പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവമാണ്. അപ്പോൾ എൻ്റെ കൂടെ കളിക്കാൻ ജിതിനുണ്ടായിരുന്നു. അപ്പോൾ ജിതിനോട് ഞാൻ പറഞ്ഞു വണ്ടി ഒതുക്ക്, ഞാൻ പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു. എനിക്കിത് കാണാനുള്ളൊരു ഇല്ല. അപ്പോൾ ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി. അപ്പോൾ വിളി വന്നു 9.8 ഉണ്ടെന്ന് അവരാണ് എന്നോട് പറയുന്നത്. ഞാൻ ലൈവ് പരിപാടി കണ്ടിട്ടില്ല. കുറച്ച് നേരം കണ്ടു, അത് കഴിഞ്ഞപ്പോൾ പിന്നെ ലൈവായിട്ട് കാണാൻ തോന്നിയില്ല. 9.8 കാലിക്കറ്റും കൊച്ചിയുമാണ് ശരിക്കും എന്നെ കയറ്റി വിളിച്ചിരിക്കുന്നത്. ടീമിലിപ്പം ആരൊക്കെ ഉണ്ട്? ഒപ്പം കളിച്ച ജെറോം, അജിത് ലാൽ, പിന്നെ ഹോങ്കോങ്ങിൻ്റെ ഒരു ഇലാനി എന്ന് പറഞ്ഞൊരു പ്ലെയർ വന്നിട്ടുണ്ട്. പുള്ളിയുടെ ആയിട്ട് 2.8. പിന്നെ എക്സ്പീരിയൻസ് പ്ലെയേഴ്സായ കാർത്തിക്, കർണാടകയുടെ പ്ലെയറാണ്. പിന്നെ അതുപോലെ തന്നെ സെറ്റർ വിപുലുണ്ട്, റെയിൽവേയുടെ സെറ്ററാണ്. കഴിഞ്ഞ വർഷം കോഴിക്കോട് നാഷണൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, നല്ല സെറ്ററാണ്. ഇതിനെപ്പറ്റി എന്താ പറയുക, ആദ്യമായിട്ടാണ് ഞാൻ ഈ പ്രൊഫഷണൽ കേട്ടെന്നല്ലാതെ ശരിക്കും ഒരു പ്രൊഫഷണൽ ക്യാമ്പിൽ ആദ്യമായിട്ടാണ് എത്തിപ്പെടുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും എത്രയോ അപ്പുറമാണ്. ശരിക്കും നമ്മളെ ഇന്ത്യൻ ടീമൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഭാവി ഉറപ്പായിട്ടും ഉണ്ടാകും. ശരിക്കും ISL വന്നതോടുകൂടി ഫുട്ബോളിൽ ഒരുപാട് മാറ്റങ്ങൾ ഒക്കെ വന്നിരുന്നു. അപ്പോൾ നമുക്ക് വോളിബോളിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ എനിക്ക് കാണാൻ കഴിയും. ഉറപ്പായിട്ടും ഈ പ്രോ വോളിയിൽ കൂടെ ശരിക്കും നമ്മളെ ഇന്ത്യൻ വോളിബോളിന് വലിയൊരു മാറ്റം തന്നെ വരും. ഇതിലിപ്പം കളിക്കുന്ന ഹോം ഗ്രൗണ്ടായിട്ട് രതീഷിൻ്റെ നാടാണ് ഇവിടെ, പക്ഷേ കോഴിക്കോട് പ്രോ വോളിയുടെ മത്സരങ്ങളൊന്നും വരുന്നില്ല. അതിനുള്ളൊരു വിഷമമുണ്ടോ? സ്വന്തം നാട്ടിൽ കളിക്കുന്നതിൻ്റെ സ്വന്തം നാട്ടിൽ കളിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷേങ്കിൽ നമ്മളെ കോഴിക്കോട് ഏറ്റവും കൂടുതൽ വോളിബോളിനെ സ്നേഹിക്കുന്നവരാണ്. ഈ കൊച്ചിയിൽ കളി കാണാൻ വരുന്ന കൊച്ചിക്കാരെക്കാട്ടും കൂടുതൽ കോഴിക്കോടുകാർ ഉറപ്പായിട്ടും കൊച്ചിയിലെത്തും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്, വിശ്വാസം. രതീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെസ്റ്റ് ലിബറോ എന്നുള്ള രീതിയിൽ
എടുത്തു പറയേണ്ട, പലവട്ടം ബെസ്റ്റ് ലിബറോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു, സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ, ഫെഡറേഷൻ കപ്പിലൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അപ്പം എങ്ങനെയാണ് ഈ വോളിബോളിലേക്ക് വരുന്നത്? എങ്ങനെയാണ് വോളിബോളിൻ്റെ ഒരു ഗ്രാമം പേരാമ്പ്രയിൽ നിന്നാണ് വരുന്നത്, ഒരു വോളിബോൾ ഡീറ്റിൽ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്? സത്യത്തിൽ എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ വീടിന് തൊട്ടടുത്ത് ബ്രദേഴ്സ് മൂലാട് എന്ന് പറഞ്ഞ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെയുള്ള എൻ്റെ ചേട്ടന്മാരായ ബാബുവേട്ടൻ, രാധാകൃഷ്ണൻ, അവരുടെ കളി കണ്ട് ഞാൻ പുറത്തിങ്ങനെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ കളി കഴിഞ്ഞിട്ട് വെറുതെ ബോൾ എടുത്തു കൊടുക്കലായിരുന്നു ആദ്യം. പിന്നെ എൻ്റെ ചേട്ടൻ സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണ്, പുള്ളിക്കാരൻ നല്ലൊരു പ്ലെയറായിരുന്നു. പുള്ളിയാണ് എന്നെ ശരിക്കും വോളിബോളിലേക്ക് ചെറുപ്പത്തിൽ, ഞാൻ വീട്ടിലിരുന്ന് ഞങ്ങളുടെ ചേട്ടനും അനിയനുള്ള തമ്മാമിൽ അടിയും കാര്യങ്ങളൊക്കെ നടക്കും. പുള്ളി ഒരു വീടിൻ്റെ ജനലിന് ഒരു നെറ്റ് കെട്ടിയിട്ട്, നെറ്റല്ല ഒരു കയറ് കെട്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ബോൾ വാങ്ങിച്ചുകൊണ്ടുവന്ന് അതിങ്ങനെ ബോൾ ഇട്ടൊരു അടിക്കാൻ പഠിപ്പിക്കും, ചാടി അടിക്കാൻ പറയും. അവനിങ്ങനെ ആംഗ്യ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ശരിക്കും എൻ്റെ വോളിബോളിൻ്റെ ഗുരു എന്നല്ല, അങ്ങനെയല്ല, എന്നെ വോളിബോൾ തുടക്കത്തിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ ചേട്ടൻ തന്നെയാണ്. കാരണം വോളിബോളിൽ അവന് അത്രയും ഇഷ്ടമാണ്. ഇപ്പോഴും അവൻ എവിടെ കളി ഉണ്ടെങ്കിലും എൻ്റെ പത്രത്തിൽ എന്തെങ്കിലും ഒരു കട്ടിങ്ങോ എന്ത് വന്നു കഴിഞ്ഞാൽ അതിപ്പോഴും എൻ്റെ ഒരു 17-ാം വയസ്സ് മുതൽ പത്രത്തിലൊക്കെ എൻ്റെ പേര് ഇങ്ങനെ വരാൻ തുടങ്ങി. സ്കൂൾസ് കളിക്കുന്ന, സ്കൂൾ നാഷണൽസൊക്കെ കളിക്കുന്നത്, അതുവരെ അവൻ്റെ കയ്യിൽ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ തന്നെയാണ് ശരിക്കും എൻ്റെ ഒരു ഈ കഴിഞ്ഞ 2017 നടന്ന നമ്മുടെ ദേശീയ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ ഗാലറി മൊത്തം രതീഷിൻ്റെ ഫോട്ടോയായിട്ടായിരുന്നു ആളുകൾ വന്നത്. അത്രയേറെ ആരാധകരുണ്ടോ? കാരണം ഒരു 20 വർഷത്തോളം ഞാൻ ഈ വോളിബോൾ ഫീൽഡിൽ നിൽക്കുന്നു. പക്ഷേ 2004 എൻ്റെ ഫസ്റ്റ് സീനിയർ നാഷണൽസ്. 2004, 2005, 2006 ഞാൻ കളിച്ചു. പിന്നെ എനിക്ക് ബ്രേക്കായി. വീണ്ടും 2009, 2010 കളിച്ചു. വീണ്ടും ബ്രേക്കായി. അപ്പം ഞാൻ വോളിബോൾ നിർത്താൻ വേണ്ടി, കാരണം മതി, ഇനി ഇതുകൊണ്ട് നടക്കത്തില്ല, ഇനി നാഷണൽസ് കളിച്ചിട്ടും ആ വർഷമൊന്നും പൊസിഷനൊന്നും വന്നില്ലായിരുന്നു. നാഷണൽസ് കളിച്ച് ജോലി കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ഇതായപ്പം 2014 ശരിക്കും മാറ്റം വരുന്നത്. കാരണം 2014 ഞാൻ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടിയാണ് ഞാൻ കളിച്ചത്. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി കളിച്ചപ്പം ഞങ്ങളുടെ ടീം ഫൈനൽ വന്നു. അപ്പോൾ നമ്മുടെ കോച്ചായ നാസർക്ക എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, രതീഷ് ഈ കൊല്ലം സെലക്ഷൻ തന്നാൽ കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വെറുതെ പറയല്ലേ, എല്ലാ വർഷവും ഇത് കേൾക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ കളിച്ച ജയലാൽ, അസീസ്, ഫഗദ്, നജീബ് ഹസൻ, ഇവരെല്ലാം ശരിക്കും എന്നെ സപ്പോർട്ട് ചെയ്തു. ഇവരെല്ലാവരും പറഞ്ഞു, ഫൈനലിലെത്തിയ ടീമിൽ നിന്ന് സെലക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കാർക്കും സെലക്ഷൻ വേണ്ട, രതീഷിന് നിർബന്ധമായിട്ട് സെലക്ഷൻ കൊടുക്കണം. അതുപോലെ നമ്മളെ ഇടുക്കിയുടെ സെക്രട്ടറിയായ സുനിൽ സാറ് എല്ലാവരും എനിക്ക് വേണ്ടി പറഞ്ഞു. പിന്നെ നാസർക്ക കോച്ചാണ് ആ വർഷം. അപ്പം നാസർക്കയോടും വന്നപ്പോൾ നാസർക്ക കോച്ച് എന്നുള്ള എനിക്ക് നാസർക്കയും പറഞ്ഞപ്പം പിന്നെ അതിൽ കുറേ എതിർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടു. പക്ഷേ ഞാൻ അറിഞ്ഞില്ല ആരാണെന്നുള്ളത്. പക്ഷേ എനിക്ക് തന്നെ അവർ സെലക്ഷൻ തന്നു. ആ വർഷം ബാംഗ്ലൂർ നാഷണൽസ് ഞാൻ പോയി. നിർഭാഗ്യവശാൽ റഫറിയുടെ പിഴവ് മൂലം 5 സെറ്റ് കളിച്ച് നമ്മൾ കളി തോറ്റു. ശരിക്കും ജയിക്കേണ്ട കളിയായിരുന്നു, അത് തോറ്റു. ആ തോറ്റ ശരിക്കും വിഷമമായിരുന്നു. പിറ്റേത്തെ വർഷം നാസർ ഖാൻ എന്നെ കോച്ചായി. വീണ്ടും ഞാൻ ഇടുക്കിക്ക് കളിക്കുന്നു. ആ വർഷവും ഞങ്ങൾ ഫൈനൽ കയറി. ആ വർഷം സെലക്ഷൻ തന്നു. ചെന്നൈയിൽ ഞാൻ എൻ്റെ നാഷണൽസ് ആദ്യമായിട്ട് വിൻ ചെയ്തു. വളരെ സന്തോഷമായി. പിന്നെ കോഴിക്കോട് നാഷണൽസ് നടക്കുമ്പം പിന്നെ കുറേ ലിബറോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് എനിക്ക് എന്തായാലും സെലക്ഷൻ വേണം, കാരണം എൻ്റെ നാടാണ്, എനിക്ക് കളിച്ചേ പറ്റും. അപ്പം ഞാൻ നാസർ ഖാനോട് ഞാൻ പറഞ്ഞു, നാസർ ഖാൻ തന്നെയല്ലേ കോച്ച്? നാസർ ഖാൻ ഞാൻ തന്നെ കോച്ച്. ഞാൻ പറഞ്ഞ പ്രാക്ടീസൊക്കെ ഉണ്ട്, കുഴപ്പമില്ലടാ, ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ആ വർഷവും ഞങ്ങൾ ഇടുക്കിക്ക് വേണ്ടി കളിച്ചു. അതും ഫൈനൽ 5 സെറ്റ് കളിച്ചു, തോറ്റു. ഞങ്ങളുടെ ടീമിൽ നിന്ന് എനിക്ക് മാത്രമേ, ഈ 3 വർഷമായിട്ട് ഞങ്ങളുടെ ടീമിൽ നിന്ന് എനിക്ക് മാത്രമേ സെലക്ഷൻ തന്നുള്ളൂ. ജയിച്ചു. കോഴിക്കോട് വന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കളിക്കുന്നതിൻ്റെ ഒരു സുഖം. കാരണം എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ കൂട്ടുകാർ രാകേഷ്, അങ്ങനെ കുറേ പറഞ്ഞ വിജിലേഷ്, അങ്ങനെ കുറേ പേരുണ്ട്, വിനോദ്, അവരെല്ലാവരും ഒരു ബസ് നിറയെ ആൾ വന്നത്. വന്നിട്ടാണ് എന്നോട് ഒരു ടിക്കറ്റ് എടുത്തിരുന്നു, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം വന്നു, കളി കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല കളി കളിക്കാൻ പറ്റി. കിൻഫ്രയിലാണ് ജോലി ചെയ്യുന്നത്. ജോലിക്ക് എങ്ങനെ പോകുന്നു? കിൻഫ്രയിൽ ജോലി 9:30 to 2 മണി വരെയാണ്. 9:30 പഞ്ചിങ് ആണ്. 2 മണിക്ക് ഇറങ്ങാൻ എനിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ടും എനിക്ക് കിൻഫ്രയിൽ നിന്ന് കിട്ടുന്നുണ്ട്.
ഇപ്പോൾ ഒരു ലിബറോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ലിബറോയുടെ റോൾ എന്താ? ശരിക്കും ലിബറോ എന്ന് പറയുന്ന വോളിബോളിനെ സ്നേഹിക്കുന്നവർക്ക് അറിയണ്ടാവും, പക്ഷേ ലിബറോയുടെ റോൾ എന്താണെന്നുള്ള ആർക്കും ചിലപ്പം ഇത് പരിചയമില്ല, കളിയെ പരിചയമില്ലാത്തവർക്ക് അറിയണ്ടാവില്ല. എന്താ ലിബറോയുടെ റോൾ? ലിബറോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 12 പ്ലേയേഴ്സിൽ ഒരു ക്യാപ്റ്റനെ എടുക്കും. ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും ടീമിൽ. ഇപ്പം കോഴിക്കോട് കളിച്ചപ്പം ജെറോം വിനീതായിരുന്നു ക്യാപ്റ്റൻ. പക്ഷേ ആ ക്യാപ്റ്റനെക്കാട്ടും കൂടുതൽ ഉത്തരവാദിത്വം എനിക്കാണ്. കാരണം എപ്പോഴും പുറത്തിറങ്ങുന്ന ഒരു പ്ലെയറാണ് ഞാൻ. അപ്പോൾ കോച്ചസിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ഇതാണോ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ എന്നോട് പറയാൻ പറ്റും. എനിക്കത് ഗ്രൗണ്ടിൽ പോയിട്ട് പറയാൻ പറ്റും. ശരിക്കും ടീമിലെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ഒരാളെ നിൽപ്പിച്ചത് ശരിക്കും ക്യാപ്റ്റൻ ഞാൻ ലിബ്രോ കളിക്കുന്ന ആളാണ് ക്യാപ്റ്റൻ. കാരണം ആ ടീമിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇതാണ്. പിന്നെ ഫസ്റ്റ് പാസ്, ഡിഫെൻസ്, ഇത് രണ്ടും. അപ്പം എനിക്ക് ജന്മനാ ദൈവം തന്നൊരു കഴിവാണ്. എന്തോ എനിക്കറിയത്തില്ല, അടിക്കുന്നതിൻ്റെ ചോട്ടിൽ ഞാൻ എത്തിപ്പെടുന്നു. പല ആൾക്കാരും പറയുന്നുണ്ട് നിൻ്റെ മേത്ത് കൊണ്ടുപോകും. ഞാൻ പറയും തടിയുള്ളതുകൊണ്ട് എൻ്റെ മേത്ത് അവിടെയും ഇവിടെയും കൊണ്ടൊക്കെ ബോൾ പൊങ്ങുന്നു. ഇപ്പം കാലിക്കറ്റ് ഹീറോസിന് വേണ്ടി ഇറങ്ങുമ്പം ഒപ്പം കളിച്ചിരുന്നവരൊക്കെ പല പല ടീമുകളിലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവരൊക്കെ എതിരാളികളായിട്ട് വരിക. എതിരാളികളായിട്ട് വരുന്നതുകൊണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കളിക്കുന്ന 6 ടീമിൽ ഈ വേൾഡിൽ നിന്ന് വരുന്ന 12 പ്ലേയേഴ്സ് ഉണ്ട്. അവരൊഴിച്ചിട്ട് ബാക്കി കളിക്കുന്ന 60 പേരെ, ഇപ്പോൾ 72 പേരാണ് മൊത്തം 6 ടീമുള്ളത്. 60 പേരും എൻ്റെ കൂടെ കളിച്ചവരാണ്. ഞാൻ എതിര് കളിച്ചിട്ടുണ്ട്. ഒരുവിധം പ്ലേയേഴ്സിനെ പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എൻ്റെ ടീമായ കാലിക്കറ്റ് ഹീറോസിന് ഇപ്പം അഖിനാണെങ്കിൽ അഖിൻ ഏത് പൊസിഷനിൽ അടിക്കുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അഖിൻ എവിടെയാണ് ബ്ലോക്ക് പിടിക്കുക, അവൻ്റെ മിസ്റ്റേക്ക് എന്താണ്. ഇപ്പോൾ ബിബിൻ ജോർജ് ആണെങ്കിൽ ഇപ്പോൾ ഉക്കരപാണ്ടി എങ്ങനെ കളിപ്പിക്കും, ഇപ്പം പ്രഭാകരൻ പ്രഭാകരൻ എങ്ങനെ കളിക്കും, പിന്നെ അതുപോലെ ഇപ്പം വിനീത് ചൗധരി, ഒരുവിധം പ്ലേയേഴ്സിനെയൊക്കെ എനിക്കറിയാം. അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു, എനിക്ക് നല്ല എൻ്റെ ടീമിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് എനിക്ക് ടീമിനും വലിയൊരു അഡ്വാൻറ്റേജാണ്. അതാണൊരു. എന്നാ ഫസ്റ്റ് കളി വരുന്നത് ആരുമായിട്ടാണ്? നമുക്ക് ഫസ്റ്റ് കളി 2-ാം തീയതിയാണ് കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. 3-ാം തീയതി ചെന്നൈ സ്പാർട്ടനായിട്ടാണ് ഫസ്റ്റ് കളി. പ്രാക്ടീസൊക്കെ ഇവിടെ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ഇൻഡോർ സ്റ്റേഡിയത്തിൽ കോച്ച് ജമ്മു കാശ്മീർ പറഞ്ഞ സജാദ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു കോച്ചാണ്, നല്ല കോച്ചാണ്. പിന്നെ കിഷോറേട്ടനുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങൾക്കും കിഷോറേട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് കാലിക്കറ്റ് ഹീറോസ് നമ്മൾക്ക് എനിക്ക് തോന്നുന്നില്ല വേറെ എല്ലാവർക്കും എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ബാക്കി 5 ടീമിനും നമ്മളെ ടീമിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളുടെ സ്പോൺസറായ സഫീർ, പുള്ളിയോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് പുള്ളിയോടാണ്. ഈ ഇതിലെടുത്തതിന് നമ്മൾക്ക് ഇവിടെ പുറത്തൊരു ഹോട്ടലിലായിരുന്നു താമസം. അപ്പോൾ നമുക്കൊരു ഫിസിയോ ഉണ്ട്, ട്രെയിനറുണ്ട്. ശരിക്കും പ്രൊഫഷണൽ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഞാനും എൻ്റെ കുറേ കൂട്ടുകാർ ചോദിച്ചു എന്നോട് 10-12 കോടി രൂപ മുടക്കിയിട്ട് സഫീർ ഈ ടീം എടുത്തു. അവൻ്റെ സ്വന്തമായ ഒരു IT കമ്പനി നടത്തുന്നുണ്ട്, ബീക്കൺ എന്ന് പറഞ്ഞ് നമ്മളെ സൈബർ പാർക്കിലാണ്. അങ്ങനെ അതിൻ്റെ പേരിട്ടാൽ പോരെ. പക്ഷേ അവൻ്റെ മനസ്സിൽ എന്താ വെച്ചാൽ ഇതൊരു ബിസിനസ്സായിട്ട് എടുക്കാനല്ല അവൻ കരുതുന്നത്. ഈ വിദേശ താരങ്ങളുണ്ട് പറഞ്ഞു. അപ്പോൾ 2 പേരാണോ ഒരു ടീമിൽ? ഒരു ടീമിൽ 2 പേര്. നമ്മളെ കൂടെ ഞാൻ പറഞ്ഞല്ലോ കോങ്കോ താരവും ഒരു കോങ്കോക്കാരൻ ഇലാനി. 2.8 മീറ്ററാണ് പുള്ളിയുടെ ഹൈറ്റ്. പുള്ളി 2015 വേൾഡിലെ നമ്പർ 1 ബ്ലോക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അതുപോലെ പോൾ ലോട്ട്മാൻ. പുള്ളിയുടെ കളി ഞാൻ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് അമേരിക്ക കളി കണ്ടപ്പോൾ തന്നെ എനിക്കറിയാം സംഭവം പുലിയാണ്. അവരുടെ ഒരു ടെക്നിക്കും കൂടെ നമുക്കും കൂടെ ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ടും നമ്മളെ ഇന്ത്യൻ വോളിബോളിന് അവരെ ഈ വരുന്ന 12 പേർക്കുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ പ്ലെയറെ കൂടെ കളിക്കുന്നത്, എൻ്റെ എതിര് കളിക്കാൻ വരുന്നത്. ഒരു ടീമിന് എത്ര കളിയുണ്ട്? ഒരു ടീമിന് 5 കളി. ലീഗ് റൗണ്ടാണ് ഇതെന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ വരുന്നവർക്കാർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല ഈ കളി. കാരണം നമ്മൾ 25 റാലി പോയിൻ്റാണ് ഇതുവരെ എല്ലാവരും കണ്ടിരിക്കുന്നത്. ഇത് 15 പോയിൻ്റ് റാലി സിസ്റ്റം, 5 സെറ്റ് കളിച്ചേ പറ്റും. ഇത് ബെസ്റ്റ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ 3 സെറ്റ് എടുക്കുന്ന ടീം ജയിച്ചെന്നാണ്. ഇതങ്ങനെയല്ല, 5 സെറ്റ് എന്ന് പറഞ്ഞാൽ 5 സെറ്റും കളിക്കണം. അപ്പോൾ ഒരു സെറ്റിന് 1 പോയിൻ്റ്. ഇപ്പം 3 സെറ്റ് ഞാൻ ജയിച്ചു. ഇപ്പം കാലിക്കറ്റ് ഹീറോസ് 3 സെറ്റ് എടുത്തു. 2 സെറ്റ് ചെന്നൈ എടുത്തു കഴിഞ്ഞാൽ 3 പോയിൻ്റ് ഞങ്ങൾക്കും 2 പോയിൻ്റ് അവർക്കും. ബെസ്റ്റ് ഓഫ് 5 എന്ന് പറയുന്ന പോലെ 3 പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 പോയിൻ്റ്, അവർക്ക് 0 പോയിൻ്റ്. സർവീസ് എയ്സ് ആയി കഴിഞ്ഞാൽ 2 പോയിൻ്റ് കിട്ടും.
അങ്ങനെ കുറേ മാറ്റങ്ങളും ഉണ്ടല്ലോ ഇതിൽ. ശരിക്കും മാറ്റമുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ വിലയേറിയ താരമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ കാലിക്കറ്റ് ഹീറോസ് വിജയിക്കട്ടെ, ഒരു ആശംസയാണ്. താങ്ക് യു. കാലിക്കറ്റ് ഹീറോസിന് വേണ്ടി എനിക്ക് ശരിക്കും ഈ കോഴിക്കോടുള്ള ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരു എന്താ പറയണ്ടേ, ഈ ജനങ്ങളാണ് നമ്മളുടെ വിജയം. അപ്പം എന്തായാലും ഈ കാലിക്കറ്റ് ഹീറോസിന് വേണ്ടി ആയിരിക്കും. ഞാനിപ്പം ഈ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, കാരണം നമ്മുടെ ടീമിൻ്റെ പേര് ചെമ്പട എന്നാണ്. ഇപ്പം മഞ്ഞപ്പടാന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വന്നതിനെ പോലെ നമ്മളെ ടീമിന് ചെമ്പട എന്നാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഈ ജനങ്ങളും പിന്നെ ഞങ്ങളെല്ലാവരും നല്ല വിശ്വാസത്തിലാണ് ഈ ഫസ്റ്റ് പ്രോ വോളി കാലിക്കറ്റിലേക്ക് തന്നെ കൊണ്ടുവരണം എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു.